നമസ്കാരം പ്രിയമുള്ളവരെ. ഓരോ സമയങ്ങളിൽ ഓരോരോ വിഷയങ്ങൾ നമ്മുടെ മീഡിയയ്ക്ക് കിട്ടുന്നതാണ് അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടുന്നത്, പിടിച്ചു നിർത്തുന്നത്. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ പല സത്യങ്ങളും ജനം ഇപ്പോഴും അറിയില്ലായിരുന്നു. പത്രങ്ങളെ വിശ്വസിക്കുന്ന അത്ര പോലും, അതിൽ 50% പോലും ചാനലുകാരെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് ഈ രാവിലെ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചാൽ, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുണ്ടപ്പള്ളി വീടിൻ്റെ സമീപത്ത് വെച്ച് ഉണ്ടായ ചില നാടകീയമായ രംഗങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ പുറകിൽ ഷാഡോ പോലീസ് പോകുന്നു. ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദൂരെ മാറി കിടക്കുന്നു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ ക്ഷേത്ര മൈതാനത്ത് വെച്ച് പോലീസ് വളഞ്ഞിട്ട് പിടിച്ച് ചോദ്യം ചെയ്യുന്നു എന്നൊരു വാർത്ത ഒരു ചാനൽ പ്രക്ഷേപണം ചെയ്തു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ഒരു കേസിലെ പ്രതിയാണ് അയാളെങ്കിൽ പോലും, ഒന്നല്ല 2 കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും അയാൾ ഒളിവിൽ പോയ പ്രതിയല്ല, കോടതിയുടെ മുമ്പിലുള്ള പ്രതിയാണ്. അതും ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ പരമോന്നത നീതിപീഠമായ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനം കൂടിയായ ഭരണഘടനയെ മുറുകെ പിടിക്കേണ്ട കേരള ഹൈക്കോടതിയുടെ കീഴിലിരിക്കുന്ന 2 കേസുകൾ ഇരിക്കുമ്പോഴാണ്, 2 1 കേസ് ഇരിക്കുന്നത് പറയാം, അതായിരിക്കും നല്ലത്, ഈ നടപടി ഉണ്ടായതെന്നാണ് പത്രക്കാർ പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ മാധ്യമപ്രവർത്തനം ഇങ്ങനെ അധപ്പതിപ്പിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ മാധ്യമപ്രവർത്തനം വലിയ കുഴപ്പമില്ലാതെ വരികയായിരുന്നു. അതിനിടയിലാണ് റിപ്പോർട്ടർ ചാനലും 24ഉം പിന്നെ ന്യൂസ് 80 ഒക്കെ വന്നിട്ട് നിങ്ങൾ ആ ദിവസം തുടങ്ങിയിട്ട് നോക്കിയാൽ മതി, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി. അവരുടെ നിലവാരത്തിലേക്ക് ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും ചില സമയങ്ങളിലൊക്കെ എത്തിച്ചേരേണ്ടി വരുന്നു ചില കാര്യങ്ങൾ എന്നുള്ളതാണ് സത്യം. വിഷ്വൽസ് കൊടുക്കുമ്പോൾ ആ വിഷ്വൽസിനെ എഡിറ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഈ യുഗത്തിൽ എന്തും ഇവർ ചെയ്യുമെന്നുള്ളതാണ് സത്യം. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത്? ഹൈക്കോടതിയിലെ കേസിൽ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് ഉടൻ 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 എന്നായിരുന്നു വാർത്ത. ആ ക്രിമിനൽ എംസിയെ പറ്റി പറയാം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ക്രിമിനൽ എംസി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ, മുൻകൂർ ജാമ്യം കിട്ടിയ കേസിൽ രണ്ടാമത്തെ പരാതി ഉണ്ടെന്നോ പരാതിക്കാരി ശരിയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇന്നുവരെ അതിനുള്ള തെളിവ് നമ്മുടെ കിട്ടിയിട്ടില്ല. അതിനടുത്ത് ക്രിമിനൽ എംസിക്കകത്തുള്ള ക്രിമിനൽ എംസി അപ്പീൽ 11/309/2025 എന്ന് പറഞ്ഞത് ഇന്ന് കോടതി പരിഗണിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, ബിജു എബ്രഹാം എന്ന് പറഞ്ഞ ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ 103ാമത്തെ ഐറ്റമായിട്ടാണത് പരിഗണിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളൊരു കേസിൽ, ഇങ്ങനെയുള്ള കേസുകളിൽ പരാതി കൊടുക്കുന്ന സമയത്ത് ക്രിമിനൽ എംസി ക്രിമിനൽ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് കോടതി ആദ്യം ചെയ്യേണ്ടത്. ആ ചടങ്ങേ അവിടെ നടക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞെങ്ങനെയാണ്, ക്രിമിനൽ എംസിക്കകത്തുള്ള വാദം തുടങ്ങിയിരിക്കുന്നു, എന്തും സംഭവിക്കാം, ഇത് സ്റ്റേ ചെയ്യുമോ എന്ന് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു സ്റ്റേ ഉണ്ടാവില്ലെന്ന് കോടതി നടപടികൾ അറിയാവുന്ന ഈ പത്രക്കാർക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഓരോ കേസിനും ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവം അനുസരിച്ചും ഭരണഘടനാനുസൃതമായി മാത്രമേ ഹൈക്കോടതി പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് കൊടുക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 2 പേരെ തങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് കോടതി ചെയ്യേണ്ടത്. അവിടെ മറ്റ് അടിയന്തര സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. അയാൾ രാജ്യം വിട്ടു പോയിട്ടില്ല. അയാൾക്കെതിരെ മറ്റെന്തെങ്കിലും സമാന സ്വഭാവത്തിലുള്ള കേസുകളുടെ FIR മറ്റോ വന്നിട്ടില്ല. ജാമ്യവ്യവസ്ഥ പോലും അയാൾ ലംഘിച്ചിട്ടില്ല. ഈ ജാമ്യവ്യവസ്ഥ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന അയാൾക്കെതിരെ എന്ത് നടപടിയാണ് കോടതി എടുക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. പക്ഷേ ചാനലുകാരത് കണ്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഉച്ചയോടുകൂടി വീണ്ടും വാർത്ത വരുന്നു. BNS 528 അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ ക്രിമിനൽ എംസിയുടെ ഇത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ജാമ്യം റദ്ദാക്കുക എന്നൊരു ചടങ്ങ് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ ആ കേസ് 6/1/2026 അത് 2026 ജനുവരി മാസം 6-ാം തീയതിക്കാണ് ആ കേസ് മാറിയിരിക്കുന്നത്. അന്നും കേസിനകത്ത് വാദം കേൾക്കാൻ സാധ്യതയില്ല. അന്നും ആ കേസിനെ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റിന് വക്കാലത്തിട്ട് അപ്പീർ ചെയ്യാം, അത്ര മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ആ കേസിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കേസിനകത്ത് ഈ 2023 സെപ്റ്റംബർ ബലാത്സംഗം ചെയ്തിട്ട് ശരീരം ആസകലം മുറിവുണ്ടാക്കി മൃതപ്രായമാക്കിയാണ് ഇയാൾ റേപ്പ് ചെയ്തത്. അതിൻ്റെ FIR FIS ഒക്കെ കോടതി പരിശോധിച്ചതിന് ശേഷം ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതും സവിസ്തരം ആ കോടതി കേട്ടതിന് ശേഷമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഒരാളിനെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്ത് മൃതപ്രായമാക്കുന്നതെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കും ഞാൻ. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് സംഭവിച്ചത്. പിന്നെ അടുത്തൊരു കേസ് എന്തായിരുന്നു? അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട കേസ്. അതിനകത്ത് തിരുവനന്തപുരം കോടതിക്ക് മനസ്സിലായി ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതാണെന്ന്. പക്ഷേ ഗർഭഛിദ്രം നടത്തിയതിനെപ്പറ്റി മാത്രമേ കോടതിക്ക് അതിനകത്തൊരു ചെറിയ വ്യാകുലതയോ അതിനെപ്പറ്റി മാത്രം ഒരു
ശരിയായ വിവരം കിട്ടാതിരുന്നുള്ളൂ. അല്ലെങ്കിൽ ആ കേസിൽ അവിടെ ജാമ്യം കിട്ടുകയും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ കേസ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം നമുക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അത് കെ ബാബു സാർ ജഡ്ജിൻ്റെ ബെഞ്ചിലാണ് കേട്ടത്. അത് ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ 14/429/2025 ആയിരുന്നു. അതിനകത്ത് ആ കേസും മാറ്റിവെച്ചിരിക്കുന്നു 18/12 ഞാൻ നേരത്തെ മുൻ വീഡിയോ സൂചിപ്പിച്ച പോലെ ഈ 18/12 കേസ് കേൾക്കാനോ വിധി പറയാനോ തോന്നുന്നില്ല. എന്നാൽ ഈ രണ്ട് കേസുകളും 2026 കേൾക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ രാവിലെ അയാളുടെ വീടിൻ്റെ മുമ്പിൽ നടത്തിയ നാടകങ്ങൾ എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. പോലീസിന് വേണമെങ്കിൽ ഇയാൾ പിന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് ഏതെങ്കിലും ജാമ്യം നിഷേധിക്കുകയോ ഒക്കെ ചില അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണമെങ്കിൽ അവരുടെ സർവേലൻസ് വെക്കാം. പക്ഷേ ഈ പത്രക്കാർക്ക് എന്തിൻ്റെ അസുഖമാണ്? ഇവരെന്തിനാണ് ഇയാളുടെ പുറകെ നടന്ന് വീണ്ടും ഇത് ശല്യം ചെയ്ത് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ? അയാൾ ഒളിവിൽ പോകാൻ പോകുന്നു, ഒളിവിൽ പോയാൽ ഓടിച്ചിട്ട് പിടിക്കും, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഒരു കാര്യം ഉറപ്പായി, ഈ പത്രക്കാരെല്ലാം അവിടെ ചേർന്ന് ഇത്രയൊക്കെ ആക്കിയിട്ട് നല്ല തൊലിക്കെട്ടി കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെന്ന് പറയാൻ. കാരണം 15 ദിവസം 14 ദിവസം 15ാമത്തെ ദിവസം പോലും പുറത്തു വരുമ്പോഴും വളരെ കൂളായിട്ട് വരുന്നത് ഈ ചർച്ച കേട്ട് മനസ്സിനെ ആ പരുവത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഒരു പ്രതിരോധം അയാളുടെ നേരെ വരുമ്പോൾ സ്വയം പ്രതിരോധത്തിലേക്ക് അയാൾക്ക് എത്തിച്ചേരേണ്ടി വരും. ആ എത്തിച്ചേരലുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഇവരാണ്, ഈ പത്രക്കാരെല്ലാം കൂടിയാണ്. പക്ഷെ അപ്പോഴും സോഷ്യൽ മീഡിയകൾ കൃത്യമായ രീതിയിൽ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ കൃത്യമായി വാർത്ത ചെയ്യുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഈ ചെയ്യുന്നവരാരും തന്നെ രാഹുലിൻ്റെ നിന്ന് പണം മേടിച്ചിട്ടോ ഒന്നും അല്ല ചെയ്യുന്നുള്ളത് നിങ്ങൾ ഓർക്കുക. പക്ഷേ ഈ പ്രശ്നം ഉണ്ടാക്കിയതും ആ പ്രശ്നത്തിൻ്റെ മൂലകാരണം ഉണ്ടാകുന്നതിന് ഉണ്ടായ ഇടവേളകളിൽ അതിൻ്റെ ഇടനാഴികളിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നാണ് അരിയാഹാരം കഴിക്കുന്നവരൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് രാഹുൽ എന്ന് പറഞ്ഞ് ജനം അയാളുടെ പുറകിൽ പോകുന്നു എന്നുകൂടി ഈ പത്രക്കാർ ചിന്തിക്കണം. നിങ്ങൾ രാഹുലിൻ്റെ മൈലേജ് കൂട്ടിക്കൊടുക്കുന്നു, ജനം രാഹുലിനെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ ഓരോ ചാനൽ ചർച്ചയിലും ഓരോ സംസാരം വരുമ്പോഴും രാഹുലിൻ്റെ വിഷയം വരുമ്പോൾ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി സംസാരിക്കുന്നു. അത് പ്രതികാര ബുദ്ധിയോട് സംസാരിക്കാനുള്ള കാരണം നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. പ്രതികാര ബുദ്ധിയോട് നിങ്ങൾ സംസാരിക്കുന്നു. ആ പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ചാനലുകൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അത് വിട്ടുപോകുന്ന കൂടി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യമാധ്യമങ്ങൾ കേൾക്കാതെയും കാണാതെയും പോകരുത് എന്നുള്ളതാണ് സത്യം. ചിലരൊക്കെ അതിൽ നിന്ന് മാറ്റം വന്നെങ്കിൽ പോലും, റിപ്പോർട്ടർമാർ അതിൽ നിന്ന് മാറ്റം വരുത്തിയെങ്കിൽ പോലും ചാനൽ റൂമിലിരിക്കുന്ന ചേച്ചിമാർക്ക് ഇപ്പോഴും അതങ്ങോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ തൽക്കാലം മാത്രമല്ല തുടർന്നും വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ഞങ്ങളൊക്കെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ അയാൾക്കെതിരെ ഫ്രെയിം ചെയ്തുകൊണ്ട് വരുന്ന ഒരു കേസുണ്ടല്ലോ, ഉണ്ടാക്കാൻ പോകുന്ന കേസ്, അതിനകത്ത് ഇനി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ചാനലുകാരോടൊക്കെ ചോദിച്ചാൽ വിവരം അറിയാൻ പറ്റും. പക്ഷേ ഇവർ രഹസ്യം പുറത്തു വിടല്ലോ. ഇനി ഒരു പുതിയ ചാനൽ കൂടി വരുന്നുണ്ട്. ആ ചാനലിൽ കുടിയേറിയിരിക്കുന്നവരൊക്കെ തന്നെ രാഹുലിൻ്റെ സുഹൃത്തുക്കളൊന്നുമല്ല, ശത്രുതാ മനോഭാവത്തിൽ കാണുന്നവരാണ്. അവരുടെ കയ്യിൽ ഇനി എന്തെങ്കിലും വെടിക്കുള്ള മരുന്നുണ്ടോ എന്ന് കൂടി മാത്രം നമ്മൾ ഓർക്കണം. അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ആ സമയത്ത് ഇനി ഷാഫി പറമ്പിലിനെതിരെയാണോ പെണ്ണ് കേസ് കൊണ്ടിരുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കും. ചാനൽ ഉദയം ചെയ്യാൻ പോവുകയാണ്. പണ്ടൊരു ചാനൽ മംഗള ഉദയം ചെയ്ത സമയത്താണല്ലോ നമ്മുടെ ശശീന്ദ്രൻ മന്ത്രിക്ക് വികാര വിക്ഷോഭം ഉണ്ടാകുന്നതും വൈകാരിക തലങ്ങളിലൂടെ ആ പ്രായമുള്ള മനസ്സ് കടന്നു പോകുന്നതും. അവിടെയും കുറ്റവാളി ഈ പറഞ്ഞ ശശീന്ദ്രനാണെങ്കിൽ പോലും അയാളെ ശിക്ഷിക്കാതെ അവിടെ ശിക്ഷിക്കപ്പെട്ടത് മാധ്യമങ്ങളാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.